സിനിമ എപ്പോഴാ തുടങ്ങുന്നേ? 9:30 രണ്ടാമത്തെ കളി. ഓ, ഇപ്പൊ തന്നെ 9:30 അതെങ്ങനാ? ഇവിടെ വന്നേ പിന്നെ ഈ വീട്ടിലെ 1000 കൂട്ടം കാര്യങ്ങൾ അങ്ങേര് തന്നെ നോക്കണം. പിന്നെ വേണ്ടേ കൊച്ചമ്മയുടെ കാര്യം. മുടിഞ്ഞൊരു വീട്ടുകാര്യം. എന്നാ മണി പിടിക്കൂ. ഓ, പിന്നെ ഒരു നിമിഷം. നമ്മൾ നാണു അയൽക്കാരനെ തല്ലി എന്നുള്ളതാണ് സത്യം. അതിനാ അവനെ അറസ്റ്റ് ചെയ്തത്. അവൻ ഇവിടുത്തെ വേലക്കാരനാണെന്ന് അറിഞ്ഞപ്പോ എന്റെ കൂടെ തന്നെ ഈ പറഞ്ഞു. അപ്പോ ഗോപാലൻ പോയത് നന്നായി. അയ്യോ, നന്നായൊന്നു. സിനിമയ്ക്ക് വന്ന് താമസിച്ചല്ലേ? വാപ്പാ, ഇനി എന്തിനാ സിനിമ? ലവ് സീനും കുറെ കഴിഞ്ഞാൽ കിടക്കാമുറി സീൻ വരെ ഇവിടെ തന്നെ കാണാമല്ലോ. മാധവി, അരിശം വരുന്നു. എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ല. ഭർത്താവ് എത്താനെന്താ? അനിയക്കാരുണ്ടല്ലോ, കൊഞ്ചാനും തൊള്ളാനും ഒക്കെ. ഇനി അവിടെ തന്നെ ചെന്ന് കിടന്നു. എന്തിനാണമ്മ ഇന്ന് വിശേഷ പൂജ? ഇന്ന് എന്റെ ബാബുവിന്റെ പിറന്നാളല്ലേ ശങ്കരനാരെ? ഇന്നെന്റെ ബർത്ത്ഡേ ആണല്ലേ അമ്മേ? അതാണ് ഈ വിശേഷ പൂജ. എനിക്കെന്ന് കേക്ക് മുറിക്കണം. ഈ കൊല്ലം നമുക്ക് പൂജ മതി മോനെ. അടുത്ത പിറന്നാളിന് നമുക്ക് കേക്ക് മുറിക്കാം. എനിക്ക് ഇന്ന് കേക്ക് മുറിക്കണം. അച്ഛനുണ്ടായിരുന്നെങ്കിൽ കേക്ക്, ബലൂൺ, സീറ്റ്, കളിപ്പാട്ടം ഒക്കെ വാങ്ങി തന്നെ. എനിക്കെന്ന് കേക്ക് മുറിക്കണം. വലിയ കേക്ക് വേണം. എല്ലാം വൈകുന്നേരത്താവാം. മോന് സ്കൂളിൽ പോവാൻ നേരമായില്ലേ? ചെല്ല വാ മോനെ, സ്കൂളിൽ പോവാൻ നേരമായില്ലേ? അനിയൻ കുഞ്ഞിനൊരു ഉമ്മ ഉമ്മ ഉമ്മ. ആ മോനെ. അമ്മാവാ, അനിയൻ കുഞ്ഞിന്റെ ബർത്ത്ഡേ എപ്പോഴാണ് അമ്മാവാ? അത് പിറന്നിട്ടല്ലേ മോനെ പറയാൻ പറ്റൂ. ചെല്ല് വാ മോനെ, നമുക്ക് പോകാം. കേക്ക് വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ. ഇല്ല മോനെ. ഇന്ന് അവന്റെ പിറന്നാളാണെന്ന് അവനെ അറിയിക്കരുതായിരുന്നു ശങ്കരൻ നായരെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ കൊച്ചമ്മേ. ഇന്ന് വൈകിട്ട് എങ്ങനെ ആഘോഷിക്കാനാ ശങ്കരൻ നായരെ? അവന്റെ അച്ഛൻ ഈ വീട്ടിൽ ഇനി എന്താഘോഷിക്കാനാ? മാസങ്ങൾ പോലും ആയില്ല. അതിനിടയിൽ ഇല്ല, ഒരിക്കലുമില്ല. ഈ വീട്ടിൽ ഇനി ഒരു ആഘോഷവും പാടില്ല. അമ്പലത്തിൽ പോയി ബാബുമോന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്തിയേക്കാം. അത് മതി. പിന്നെ ഒന്നിങ്ങ് വരണം. പിന്നെ ഇന്നിന്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കണം. ബർത്ത്ഡേയോ? ഇന്നോ? എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഓ, അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. ശരി, എന്ന് നടക്കട്ടെ. എടി ജാനകി, പിന്നെ വലിയൊരു കേക്ക് വാങ്ങിക്കണം. എടി 3 വക പ്രഥമം വേണം. പാൽപായസം, അടപ്രഥമൻ, കൊച്ചമ്മേ, ഈ വീട്ടിൽ വെച്ച് ഇപ്പോഴും ഇതൊക്കെ വേണം. എന്താടി, ഇത് നിന്റെ മറ്റവന്റെ വീടാണോ? ദേ പറയുന്ന പോലെ കേട്ടോണം. മാധവി, ജാനകി പറഞ്ഞത് അദ്ദേഹം മരിച്ചിട്ട്. ആരുടെ അദ്ദേഹം? ചേടാ, ഒരു ഭർത്താവ് യത്തെന്നും പറഞ്ഞ് ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം കടന്ന് കരയണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തരെത്ര നേരമാ കടന്ന് കരയുന്നതെന്ന്. എന്തിനാ മാധവി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അയ്യോടാ, ഇനിയിപ്പം അയ്യോ എന്നെ കൊല്ലുന്നേ എന്നും പറഞ്ഞ് കടന്ന് വിളിച്ചു പോവില്ലേ പെണ്ണുപിള്ള? ഞാൻ അമ്മ എങ്ങോട്ട് പറഞ്ഞതാ ഈ ശവപ്പറമ്പിൽ എന്നെ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുത്തോണ്ട് പോവാൻ.
ചേട്ടത്തിയമ്മേ അവളോട് നടക്കട്ടെ, എന്ത് വേണമെങ്കിലും നടക്കട്ടെ. ഞാൻ കാരണം ആരും വിഷമിക്കണ്ട.